പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ 2 സ്വർണവും ചൈനയ്ക്ക്. 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീം ഇനത്തിലാണ് ചൈനയുടെ സ്വർണ്ണ നേട്ടം. ഈ ഇനത്തിൽ ഇന്ത്യയ്ക്ക് ഫൈനൽ റൌണ്ടിലേക്ക് കടക്കാനായില്ല. ഇന്ത്യയ്ക്കായി സന്ദീപ് സിംഗ്, എളവേനിൽ വളറിവാൻ, അർജുൻ ബാബുട്ട, റമിത ജിണ്ടാൽ സഖ്യങ്ങളാണ് മത്സരിച്ചത്. ഇരു ടീമുകൾക്കും യോഗ്യതാ റൌണ്ടിൽ നിന്ന് മുന്നേറാനായില്ല. അതേസമയം ഇന്ത്യൻ പ്രതീക്ഷയായി വനിതാ വിഭാഗം 10 മീറ്ററിൽ മനു ഭാക്കർ ഫൈനലിൽ പ്രവേശിച്ചു. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഒന്നാം ദിനം ഇന്ത്യയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ചൈനയുടെ മുന്നേറ്റം എങ്ങനെ? രേണുക, ഇന്ന് 8 ഇനങ്ങളിലായാണ് ഇന്ത്യൻ സഖ്യം മത്സരത്തിനായി ഇറങ്ങിയത്. അതിലേറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നത് ഷൂട്ടിംഗ് റേഞ്ചിൽ തന്നെയാണ്. പക്ഷേ തുടക്കത്തിലെ തന്നെ നിരാശാജനകമായ വാർത്തകൾ തന്നെയാണ് പാരീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുകയും ചെയ്തത്. അതായത് 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ ആദ്യ റൗണ്ട് പൂർത്തീകരിച്ച് 2ാം റൗണ്ടിലേക്ക് കടക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. 2 ടീമായിരുന്നു ഇത്തവണ മത്സരരംഗത്തുണ്ടായിരുന്നത്. രമിത അർജുൻ സഖ്യം 6ാം സ്ഥാനത്ത് ആണ് ഫിനിഷ് ചെയ്യുകയും ചെയ്തത്. 628.7 ആണ് അവരുടെ സ്കോർ ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ എലവേനിൽ വളരിവൻ, ഒപ്പം തന്നെ സന്ദീപ് സിംഗ് ഇവരടങ്ങിയ മിക്സഡ് ഡബിൾസ് വിഭാഗത്തിൽ അവർക്ക് 12ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ഈ സഖ്യങ്ങൾ നേരത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾ തന്നെയായിരുന്നു. ഒരു പക്ഷേ ഫൈനൽ റൗണ്ടിലേക്ക് എത്തി മെഡൽ ഉറപ്പിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച താരങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഈ ഇനത്തിൽ ചൈനയ്ക്കായിരുന്നു സ്വർണം നേടാൻ സാധിച്ചത്. കൊറിയ സിൽവർ മെഡൽ നേടുകയും ഒപ്പം തന്നെ കസാക്കിസ്ഥാൻ ബ്രോൺസ് മെഡൽ നേടുകയും ചെയ്തു ഈ ഇനത്തിൽ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതേസമയം ഈ ഷൂട്ടിംഗ് റേഞ്ചിൽ ഏറെ പ്രതീക്ഷകളുള്ളത് ഇപ്പോൾ മനു ഭാക്കറിന്റെ ഒരു പ്രകടനം തന്നെയാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ മനു ഭാക്കർ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 580 പോയിന്റ് നേടിയാണ് താരം 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. രാത്രിയോടുകൂടി ഇതിന്റെ ഒരു മത്സരഫലങ്ങൾ പുറത്തു വരികയും ചെയ്യും. മറ്റ് ഇനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ PV സിന്ധു ബാഡ്മിന്റനായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ രാത്രി 9 മണിക്ക് മെൻസ് ഹോക്കി ടീമിന്റെ മത്സരമുണ്ട്. ന്യൂസിലൻഡിനെതിരെയാണ് മത്സരം നടക്കുന്നത്. മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷം തന്നെയാണ്. കാരണം PR ശ്രീജേഷ് മത്സരരംഗത്തുണ്ട്. ഗോൾ വലക്കാക്കാൻ PR ശ്രീജേഷുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഒളിമ്പിക്സോട് കൂടി അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ഒളിമ്പിക്സിൽ ലഭ്യമായ ആ ഒരു വെങ്കലം ഇത്തവണ തങ്കത്തിളക്കത്തോടു കൂടി നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ രീതിയിലേക്ക് തന്നെ മത്സരങ്ങൾ പോകുമെന്ന് നമുക്കറിയാം. എന്തായാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ എതിരാളി മരണ ഗ്രൂപ്പിലാണ് ഇന്ത്യ ഉള്ളത്. അതിൽ ആദ്യ എതിരാളി കരുത്തരായിട്ടുള്ള ന്യൂസിലൻഡ് തന്നെയാണ്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 9 മണിക്കാണ് ഇന്ത്യൻ സമയം 9 മണിക്കാണ് മത്സരങ്ങളുള്ളത്. ഇനി വുമൻസിന്റെ 10 മീറ്റർ മത്സരം ഫലം വരാനുണ്ട്. ഒപ്പം തന്നെ മെൻസിന്റെ സിംഗിൾസ് 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗങ്ങളുടെ മത്സരം ഇനി പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബോക്സിംഗിൽ വുമൻസിന്റെ 54 കിലോ വിഭാഗത്തിൽ പ്രീതി പവാർ മത്സരരംഗത്തുണ്ട്. എന്തായാലും ഇന്ന് ഷൂട്ടിങ്ങിലായിരുന്നു ഏറെ പ്രതീക്ഷ വെച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ ഈ വിജയിക്കുമെന്ന് കരുതിയിരുന്ന ആ 2 മെഡൽ നേട്ടം അത് നമുക്ക് ഇല്ലാതെ പോയത് വലിയ നിരാശാജനകമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പാരീസിൽ നിന്ന് വന്നത്. എന്തായാലും മനു ഭാക്കറിന്റെ പ്രകടനം എന്തായാലും എടുത്തു പറയുകയും തന്നെ.